ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു ഗാവിലേക്കാണ്, അതായത് രാജസ്ഥാനിലെ ജോധ്പൂരിലെ കർവട്ട് ഗ്രാമത്തിലേക്കാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോഴാണ് ഞങ്ങളെ കൂടെ ഉള്ളൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമമുണ്ട്, അപ്പോൾ അവിടുത്തെ വീടുകളും പിന്നെ അവിടെ ഉള്ള അമ്പലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ നമുക്ക് ഈ വില്ലേജിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കൂടെ വന്ന ചേച്ചി. അപ്പോൾ ചേച്ചി ഈ ഗ്രാമത്തിലുള്ള ആളുകളോട് സംസാരിക്കുകയാണ്. ഇവർ മാർവാടിയാണ് സംസാരിക്കുക, നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇവരെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫേസ് മറച്ചിട്ടാണ് നടക്കുക ഈ ചേച്ചിമാർ. അതേപോലെ ഈ അച്ചച്ചൻ്റെ ഡ്രസ്സിങ് ഒക്കെ കണ്ടോ, ഒരു വെറൈറ്റി മോഡലാണ്. നമ്മൾ ഓരോ കഥയൊക്കെ കേട്ട് പിന്നെ മുന്നോട്ട് നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീടുകളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വീട് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് കേട്ടോ നെക്സ്റ്റ് വീട് വരുന്നത്. അതേപോലെ തന്നെ ഓരോ വീടിനും ഈ മുറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് പൊതുവഴിയാണ്. ഈ പൊതുവഴീൻ്റെ 2 സൈഡിലും മതിലല്ല, ഓരോ വീടിൻ്റെ ചുമര കേട്ടോ. ഈ ചുമരിൻ്റെ മുകളിലൊക്കെ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ പതിച്ചിക്കേ, അതായത് വീടിൻ്റെ ഓരോ പുറകുവശം കേട്ടോ അത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് വീടാണ് ആ കാണുന്നത്. അപ്പോൾ ആ വീടിനോട് ചേർന്നിപ്പോൾ അടുത്ത വീട് അങ്ങനെ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്തടുത്ത് അല്ലെങ്കിൽ ഈ ഒരു ചുമരിനോട് ചേർന്ന് വീടാണെങ്കിൽ കൂടെ ചില വീടുകൾക്കൊക്കെ നമ്മൾ ഗേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീടൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു റിച്ച് ഫാമിലീൻ്റെ ഒക്കെ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നപ്പം കാണാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അപ്സ്റ്റെയർ വീടുകളുണ്ട്, പക്ഷേ വീടുകളിൽ താഴെയുള്ള ഭാഗം ഈ ഫാമിലീസ് താമസിക്കും, പക്ഷെ മേലെന്ന് പറഞ്ഞാൽ ഇവർ റെൻറ്റിന് കൊടുക്കുക കേട്ടോ ചെയ്യാം. പിന്നെ ഈ ഒരു എന്താ പറയുക വില്ലേജിൻ്റെ ഉള്ളിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കും പിന്നെ അതേപോലെ മെഡിക്കൽ സ്റ്റോറൊക്കെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വില്ലേജിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. बहुत डरते हो तुम्हारी पकड़ती है बस अब तो आना ही पड़ेगा ये तो साथ चलेगी ना। ഈ ഒരു വീട് കണ്ടോ. അപ്പോൾ 2023 പണി കഴിപ്പിച്ചുകൊണ്ട് അവിടെ കല്ലിൻ്റെ മുകളിൽ 2023 ഇങ്ങനെ കൊത്തി വെക്കുകയൊക്കെ ചെയ്തിട്ടോ. അതേപോലെ തന്നെ ഇവർ എന്താ പറയുക കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകൊക്കെ ഇങ്ങനെ കുറേ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അതേപോലെ തന്നെ എന്താ പറയുക ചാണകവും ഇങ്ങനെ പരത്തി വെച്ചിരിക്കുക കത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഹായ് ഹായ് ഹായ്. കൊമ്പൊക്കെ ആയിട്ട് വലിയ കൊമ്പൊക്കെ ആയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ ഒരു ചെമ്പകത്തിൻ്റെ മരം പോലത്തെ ഒരു മരം കണ്ടപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയതാട്ടോ. ഇവിടെ ഇഷ്ടംമാതിരി പശുക്കളുള്ളതുകൊണ്ട് തന്നെ നല്ലോണം ചാണകവും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതായി കൂട്ടി വെച്ചൊക്കെ ചാണകമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതാ ചെറിയൊരു മയിലൊക്കെ വന്നിക്ക് കേട്ടോ. അപ്പോൾ നടന്നു പോകുമ്പോൾ ഇത്രയും അടുത്തൊരു മയിലിനൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകം കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമുക്ക് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് വഴിയിൽ നിന്നൊരു ചേച്ചീനെ കണ്ടത് കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ വീട് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ ആ കാണുന്നതാണ് ചേച്ചീൻ്റെ വീട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അമ്പലമാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ആ ചേച്ചീൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഷേപ്പൊക്കെ അല്ലേ. അപ്പോൾ ഈ വീടാണ് ചേച്ചീൻ്റെ വീട്. അതിൻ്റെ നേരെ ഇപ്പുറത്ത് വേറൊരു വീടാണ് അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തത് ഒരു അമ്പലത്തിലേക്ക് എത്തിയതാട്ടോ. സതീദേവീൻ്റെ അമ്പലമാണെന്നാണ് നമ്മളെ കൂടെ ഉള്ള ചേച്ചി പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടം വരെ നടന്ന് ഇനി തിരിച്ച് നടക്കാൻ പോവാം കേട്ടോ. തിരിച്ച് നമ്മൾ വേറൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. तालाब है इधर पानी का मतलब इसमें विसर्जन वगैरह करते हैं मूर्ति का। ये बेलपत्ता है
സത്യം പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിലെ പാട്ടും ഈ ഒരു അന്തരീക്ഷവും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കിട്ടും. ഞങ്ങളെ കൂടെ വന്ന ചേച്ചിയാണെങ്കിൽ ഈ അമ്പലത്തിനെ പറ്റി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഞങ്ങൾക്ക്. अंदर भी चलेंगे चल। हाँ वो अलग अलग है इनके, मुझे नहीं पता किस किस चीज के छोटे छोटे टेम्पल हैं। हाँ पो हाँ क्यों नो കറങ്ങാൻ നോക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് അമ്പലത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് കൈയും മുഖമൊക്കെ കഴുകിയിട്ട് അകത്തേക്ക് കയറാൻ പോവാണേ. पकड़ ले डोरी को, डोरी को पकड़ ऐसे, डोरी को। അങ്ങനെ ഈ ചേച്ചി പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചു കേട്ടോ. സത്യത്തിൽ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. നമുക്ക് അറിയില്ല. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ പുറത്തുള്ള വ്യൂ ആണിത്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇവിടുന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിക്കാണേ. സംഭവം നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാട്ടോ കുട്ടികൾ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ളൊരു വ്യൂ ആണ്. അതേപോലെ തന്നെ ഇവിടെ അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കാനൊക്കെ ഈ ഒരു കിണർ നാട്ടോ എടുക്കുക. ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു അമ്പലം കൂടെ ഉണ്ട്. അതാണ് ആ കാണുന്നത്. ആ അമ്പലത്തിലേക്ക് നമ്മൾ പോയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോഴാണ് ഇവിടെ കുറേ മയിലുകൾ കേട്ടോ. അങ്ങനെ ആ മയിലിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുട്ടികളൊക്കെ അമ്പലവും ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ പോകുന്ന വഴി അതേപോലെ നമ്മളെ നാട്ടിൽ കാക്കേനൊക്കെ കാണുമ്പോൾ പോലെ ഇവിടെ മയിലുകളാട്ടോ ഫുള്ള്. അപ്പം നമ്മളിങ്ങനെ അടുത്ത് മയിലിനെയൊക്കെ കാണുമ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞങ്ങളെല്ലാവരും ഒച്ചയൊക്കെ കേട്ടിട്ടാന്ന് തോന്നുന്നു ഇവിടെ അടുത്തുള്ള കുറേ കുട്ടികൾ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വന്നു കേട്ടോ. കൂടെയുള്ള ചേച്ചിക്ക് ഹിന്ദി മാർവാടിയൊക്കെ അറിയുന്നതുകൊണ്ട് ഓരങ്ങനെ സംസാരിച്ചേ. ഞാൻ പിന്നെ ഹായും ബൈയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒപ്പിച്ച്. വീഡിയോ ആ കൊള്ളാം. എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ സാധനം ചെയ്തേക്കൂ, പീലിയൊന്ന് വിടർത്തി തരേക്കൂ. പാവട്ടോ ആ മയിൽ നമ്മളെ കണ്ട് പേടിച്ചോടിയേ. അപ്പോൾ ഈ ഗ്രാമത്തിലൂടെ നമ്മൾ 1 മണിക്കൂറിലധികമായിട്ടോ അങ്ങനെ നടന്ന വിശേഷങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് കർവാട് ഗ്രാമത്തിലെ ഒരു ചെറിയ വിശേഷം മാത്രമാട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം റൂമിൻ്റെ അടുത്തേക്ക് എത്താനായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.